ഒരിക്കലെങ്കിലും കഴിക്കാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സാധനമാണ് പോത്തിൻ്റെ അല്ലെങ്കിൽ കാളയുടെ നെഞ്ചല്. നല്ല കിളുന്ത് കാളക്കുട്ടൻ്റെ നെഞ്ചലില്ലേ, നെഞ്ചല് മാത്രം കിലോയ്ക്ക് 200 രൂപയാണ്. നെഞ്ചലെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പീസാണ്, മനസ്സിലായത്? അത് എല്ലും ഇറച്ചി മജ്ജയും കുറച്ച് അത് വെട്ടിത്തരുന്നത്. ഈ സാധനം നേരെ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അത് ഇറച്ചിയുടെ പരുവം അനുസരിച്ച് വേണം നമ്മൾ വേവിക്കുന്നത്. ചില ഇറച്ചിക്ക് 5 വിസിൽ മതി, ചിലതിന് 10 വേണം. ഇത് ഞാൻ അടിച്ചതൊരു 4-5 വിസിലിൽ നല്ല കുട്ടപ്പനായിട്ട് വെന്തു. അത് കഴിഞ്ഞിട്ട് നേരെ ചട്ടിക്കകത്തിട്ട് ഒരു താളിക്കലും കൂടെ. താളിക്കൽ വെച്ചാൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇച്ചിരി ഇറച്ചി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അത്ര സാധനം ചേർത്തുള്ളൂ. ഇതിങ്ങനെ കിട്ടും മസാല. അത് ഇങ്ങനെ ഈ പരുവത്തിൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഐശ്വര്യം. എല്ലുണ്ട്, ലിഗമെൻ്റുണ്ട്, ഇറച്ചിയുണ്ട്. ബ്യൂട്ടി അല്ലേ? അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ല് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ എല്ലിനെ ചുറ്റി റിബ്സിനെ ചുറ്റി റിങ് മോഡലിൽ ലിഗമെൻ്റ് ഉണ്ടാവും. ആ ലിഗമെൻ്റ് ഇങ്ങനെ കിളുന്താകും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാണ് ഈ ബീഫ് റിബ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം. അതുപോലെ കൊഴുപ്പും ഉണ്ടാവും കേട്ടോ. പിന്നെ നെഞ്ചെല്ല് മേടിച്ച് കറി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കറി തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല ഇഷ്ടം പോലെ കൊഴുപ്പ് സൈഡിൽ ഇളകി വരും. അതിങ്ങനെ കോരിക്കളയുക, മാക്സിമം കോരാൻ പറ്റുന്ന അത്രയും കോരിക്കളയുക. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സിൽ കൊഴുപ്പ് പറ്റി പിടിക്കും. അങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെ സ്പൂണിൽ കോരാവുന്ന കാര്യമുള്ളൂ കേട്ടോ. 1 കിലോ ഇറച്ചിക്കത്തുള്ള കൊഴുപ്പാണ്. ഈ കൊഴുപ്പെല്ലാം കൂടെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിപാടി തീരും. അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പ് മാക്സിമം കളഞ്ഞിട്ട് കഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കൊഴുപ്പൊക്കെ വയ്ക്കാം കേട്ടോ. ആരോഗ്യമുള്ള ശരീരമൊക്കെ ആണെങ്കിലും അല്ല അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൊഴുപ്പ് എടുക്കുന്നൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എന്തായാലും ഈ കൊഴുപ്പ് മൊത്തം വിട്ട് കഴിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കൊഴുപ്പ് അപകടകരമായ കൊഴുപ്പാണ്. ആ കൊഴുപ്പ് മുഴുവൻ കൺസ്യൂം ചെയ്യാതിരിക്കുക. മാക്സിമം കോരി കളഞ്ഞിട്ട് കഴിക്കുക കേട്ടോ. ആ എല്ലിലുള്ള ഇറച്ചിയും ലിഗമെൻറ്റും മജ്ജയൊക്കെ ചവച്ചരച്ച് അങ്ങോട്ട് തിന്നുക. അതെ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. മനസ്സിലായി? നമ്മൾ കൊഴുപ്പൊക്കെ എടുത്ത് മാറ്റി കുരുമുളക് ഇട്ടിട്ട് പറ്റിച്ചെടുത്തിരിക്കുന്ന നെഞ്ചെല്ല്, കാളക്കുട്ടൻ്റെ നെഞ്ചെല്ല്. ഓക്കെ, നമ്മുടെ ഫൈനൽ സ്റ്റേജാണ്. ഇങ്ങനെ പറ്റിച്ച് കുരുമുളകൊക്കെ ഇട്ട് നമ്മളിങ്ങനെ റോസ്റ്റ് പരുവത്തിൽ നമ്മുടെ കാളക്കുട്ടൻ്റെ നെഞ്ചെല്ല് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പായിട്ടും കരുതുന്നു. ബൈ.